ഇന്ന് നമ്മളെ നാട്ടിലുള്ള തന്നെ ഒരു നിക്കാഹിന് വന്നതാണ് കേട്ടാ. സംഭവം ഇന്നല്ല ഇന്നലെയാണ്. എന്നെയും കൂടെ വീഡിയോയിൽ ഇടാറിഞ്ഞിട്ട് നമ്മൾ ഔക്കുറിച്ചാണ് ഇട്ടത്. പിന്നെ പാട്ട് പാടാൻ വേണ്ടിട്ട് നമ്മളെ ജമാലും ടീം എത്തിയിട്ടുണ്ട് കേട്ടാ. നിക്കാഹിന്റെ സമയത്താകുമ്പോൾ അളിയന്റെ ഒരു നോട്ടം. കാരണം പണ്ട് എന്റെ നിക്കാഹിന് ഓനാന്ന് കൈ പിടിച്ചു തന്ന ഇതേപോലെ നിക്കാഹിയുടെ കൈ നിന്നപ്പെട്ട് അപ്പുറത്ത് ചെമ്പ് പൊട്ടിച്ചോണ്ട് തന്നെ എല്ലാവരും പോയി. അതുകൊണ്ട് ഉസ്താദ്മാർക്കൊന്നും ഇരിക്കാൻ സീറ്റ് ഇല്ലാന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാൻ. ഉസ്താദിന്റെ വീഡിയോ എടുക്കുന്ന അറിഞ്ഞിട്ട് തന്നെ ഉസ്താദ് പോസം തന്നിട്ടുണ്ട് കേട്ടാ. പെണ്ണിന്റെ ഉപ്പാണെങ്കിൽ കിടിലൻ ലുക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുതിയാപ്പിളിനൊക്കെ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് അപ്പോഴേക്ക് പാട്ടും പരിപാടിയെല്ലാം ഇപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കാഫിലൻ്റെ ടീമാണ് പാട്ട് പാടുന്നത്. ഇച്ചിരി കാറ്റുള്ള പിള്ളേർ സമ്മതിക്കില്ല. ഈ സമയത്താണ് നമ്മൾ ജിമ്മിന്റെ മാഷിനെ കാണുന്നത്. ഫുഡ് അടിച്ചിട്ട് വേറെ റാപ്പിച്ചാവും. പിന്നെ കിട്ടലൻ മട്ടൻ ബിരിയാണി ആയിട്ടാണ് കേട്ടോ ഉണ്ടായത്. കടിച്ച് വലിക്കുന്നത് കണ്ടാ. മംഗലം കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ നമുക്ക് ചെറിയൊരു ഡ്രോൺ ഷോട്ട് ഉണ്ടായിരുന്നു. കാരണം പുതിയ പിള്ളേർ പോകുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രോണും കൊണ്ട് അങ്ങനെ നടുറോട്ടിൽ നിർത്തിയാന്ന് കേട്ടോ. അങ്ങനെ ഡ്രോണിന്റെ വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്കി ലാസ്റ്റ് പുതിയണ്ണിന്റെ പെറുക്കിയൊക്കെ എത്തിയിട്ടുണ്ട്. ബാക്കിലാണ് എത്തിയത്. പെണ്ണിയിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണം കേട്ടോ. പുതിയണ്ണിൻ്റെ ആയിരുന്നു ഫുഡെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിലത്തെ ഗ്രൗണ്ടിൽ നിന്ന് ജസ്റ്റ് ഒരു വിഷ്വൽ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പുതിയ ചങ്ങായിമാരെ വിഷ്വലെല്ലാം എടുത്തതാണ്. അപ്പം ഡ്രോൺ ഷോട്ടെല്ലാം ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ വെഡ്ഡിങ്ങിൻ്റെ ആയാലും ഹൗസ് വാമിങ്ങിൻ്റെ ആയാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഡ്രോൺ ഷോട്ട് നമ്മൾ ചെയ്തു തരും. അങ്ങനെ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളും ചെയ്ത് ഓരോരോ സ്റ്റെപ്പും കാര്യമെല്ലാം ഇവരെ കൊണ്ട് എടുപ്പിച്ച് ലാസ്റ്റ് വിഷ്വൽ എന്തായാലും ഞാൻ ഇതിൻ്റെ ബാക്കിലിടും കേട്ടോ. അപ്പോൾ അങ്ങനെ മംഗലം കഴിഞ്ഞ് ബൈ ബൈ.